ലുലു ഫാമിലിയിൽ ഇതുവരെ ഇന്റർവ്യൂസിൽ ഒന്നും കാണാത്ത ഒരാളിനെ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ കുഞ്ചൂസ് അല്ലേ? കുഞ്ചൂസിന്റെ ഒറിജിനൽ നെയിം തപ്പിയിട്ട് കിട്ടിയില്ല. എന്താണ് ഒറിജിനൽ നെയിം? അല്ലോ നമ്മുടെ പേര് പറയാതെ നമ്മുടെ പേരാത് സുചിത്ര സുചിത്ര അവന്റെ ഞാനേ അമ്മേനെ ഇത്രയും നേരം വീട്ടിലൊക്കെ വെച്ച് കണ്ടപ്പോ നൈറ്റി ഒക്കെ ഇട്ട് ഇവിടെ ചുരിദാറൊക്കെ ഇട്ടാ വന്നപ്പോ ആളാകെ മാറിപ്പോയേ. അമ്മ ഞങ്ങൾ കുറച്ചുകൂടെ പരിഷ്കാരിയാക്കിയതാണ്. അത് മീശോയില് വില കമ്മി കിടക്കണ്ട. അപ്പൊ അവിടെ ചേട്ടൻ മേടിച്ചെടുത്താണോ? എനിക്ക് ചുരിദാർ ഇഷ്ടമല്ല അമ്മ. അത് ഇവളും അതുപോലെ തന്നെ എന്റെ ഭാര്യ ഉണ്ടല്ലോ പൊന്നൂസ്, അവര് രണ്ടാളും പാടെ കാണിക്കണ്ട. എന്റെ അളിയന്റെ അമ്മ ഉണ്ട് ജയമ്മ. ഞാൻ പറയട്ടെ, ഇവളെ അമ്മ ജയമ്മ ഉണ്ട് മറ്റേ അളിയന്റെ അമ്മ. ഒരു സാരി എടുത്താൽ എന്തൊരു പ്രത്യേക ഒരു ഐശ്വര്യാണ്. ഇവളെ അമ്മേനോട് ചുരിദാർ ഇടിപ്പിച്ചു. അല്ല ചുരിദാറൊക്കെ ഇട്ടപ്പോ രണ്ടമ്മമാരെയും കാണാനും നല്ല അവർക്കും കംഫർട്ടാണ്. ഷൂ ഇട്ട് നടക്കണം അമ്മ. അല്ല ഒരു ട്രിപ്പ് എന്താ കുഴപ്പം ഷൂ ഇടുന്നത്? ഞാൻ ഷൂ ഒന്നും ഇട്ടിട്ടില്ല. അല്ല ഒരു ട്രിപ്പ് പോയപ്പോഴത്തേനും സാരി എടുത്തോണ്ട് ആ ട്രിപ്പിൽ അമ്മയ്ക്ക് ഒരു ആക്ടിവിറ്റീസിലും കയറാനൊന്നും പറ്റിയില്ല. ഞങ്ങളൊരു ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും സാരി എടുത്ത വയനാട് സാരി എടുത്തപ്പോ ഒന്നിലും കയറ്റിയില്ല അവര്. അപ്പൊ അന്ന് അമ്മ മാത്രം നിൽക്കുക, നമ്മളെല്ലാത്തിലും ഇങ്ങനെ കയറുമായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമുക്ക് തോന്നി അവരെയും കുറച്ചുകൂടെ കംഫർട്ട് ആക്കണം. അപ്പൊ ഇട്ട് ഇടിപ്പിക്കാൻ വാങ്ങി കൊടുത്തപ്പോ അവര് ഓക്കെയാണ്. അപ്പൊ പിന്നെ അവരത് ഇടട്ടെ വിചാരിച്ചു. അവർക്ക് ഇപ്പഴല്ലേ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് കണ്ടിട്ടുണ്ട്, അമ്മയ്ക്കൊരു മാലയൊക്കെ ഗിഫ്റ്റ് ചെയ്തു. ഇതാണോ ആ മാല? ആൾക്കാരെ വിചാരം വാങ്ങണ മാലൊക്കെ ഫേക്കാണ്, ഒറിജിനലാണ്. അമ്മ 916 ഒക്കെ കാണിച്ചു കൊടുത്താ സൂം ചെയ്തോ? അല്ല അങ്ങനെ സംശയമുണ്ട് ചിലവർക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ 3 പേരും അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ പൊന്നൂസ് ഉണ്ട്, ചേട്ടനുണ്ട്. എന്നാൽ പോലും നിങ്ങളായിരുന്നു ഇതിന്റെ ഒരു ബേസ് അല്ലെ? നിങ്ങൾ 3 പേരും ഉള്ള ഒരു കുഞ്ഞു ഫാമിലിയിലേക്കാണ് ബാക്കി എല്ലാ അഡിഷൻസും വന്നത്. ആ ഒരു കാലം നിങ്ങൾ ഓർക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഒരു പഴയ കാലം, ഭൂതകാലം. അല്ല അപ്പൊ അല്ലെ, കുഞ്ചൂസ് ആക്ച്വലി വന്നപ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വർത്താനം പറഞ്ഞു നിന്ന ആളാണ്. ഇവിടെ വന്നപ്പോ കുറച്ച് സൈലന്റ് ആയി പോലെ തോന്നുന്നു. എന്താ? അത് ഓഫ് ആക്കി നോക്കി ഇപ്പൊ കാണാം. അതെ, ഓൺ ക്യാമറയിലെ ഡീസന്റ് തുടങ്ങിയല്ലോ, സമയമുണ്ടല്ലോ. അതാ അല്ല അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ അല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റേതായ രസം ഉണ്ടായിരുന്നു. അപ്പം അമ്മ പണിക്ക് പോകും, ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോ ഒരു ഹ്യൂജ് ഫാമിലി ആയി. ഇപ്പൊ കുട്ടികളും മക്കളായി, 2 ആൾ വേറെ എക്സ്ട്രാ വന്നു. ഞാനിപ്പോ കൊറേ പറഞ്ഞിട്ടുണ്ട്. ഓള് പറഞ്ഞോട്ടെ, ഓളാണല്ലോ ആദ്യമായിട്ട് ഇതിൽ വരുന്നത്. അപ്പൊ ഓള് പറയണ, ഓള് പറഞ്ഞ ഇങ്ങനെ കേക്കട്ടെ വെച്ചിട്ടാണ്. അല്ല ഞാന് ഈ താട്ടൻ എന്താ, ഞാൻ ആദ്യമായിട്ട് ആകെയും കേട്ടിട്ടുള്ള. അല്ല അതെനിക്ക് ഒന്നും ഞങ്ങള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അതും ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പഠിച്ചോണ്ടിരിക്കുമ്പോഴും ചോദിച്ചായിരുന്നു. അമ്മ അമ്മയുടെ ചേട്ടനെയും താട്ടാന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സംഭവം തോന്നുന്നു. എല്ലാരും താട്ടാന്നാ വിളിക്കുന്നത്. എനിക്കത് കൈമാറി ഞങ്ങളെ ഒരു നാട്ടിൽ പൊതുവെ ഏട്ടന്മാരെ അങ്ങനെ താട്ടാന്ന് വിളിക്കും. എന്റെ കുട്ടി കിടുവിനെ താട്ടാന്നാ വിളിക്കുന്നത്. അതങ്ങനെ അമ്മയുടെ ബ്രദറിനെ അമ്മ താട്ടാ വിളിക്കുന്നുണ്ട്. എന്റെ 2ാമത്തെ കുട്ടി ഉണ്ട്, പെൺകുട്ടി. അവള് ഇതുപോലെ ഓനെ താട്ടാ വിളിക്കും. അതങ്ങനെ മാറി മാറി. പക്ഷെ അതൊരു അമ്മ അമ്മയുടെ ഭർത്താവിനെ താട്ടാന്ന് വിളിക്കാം. പിന്നെ അച്ഛൻ പറഞ്ഞ വിളിക്കണ്ട, അപ്പൂന്ന് വിളിച്ചായിരുന്നു. അപ്പൊ അപ്പോട്ടെ, പിന്നെ അപ്പുവട്ടാന്ന് വിളിക്കാം. കണ്ടിന്യൂ. എന്തൊക്കെയോ നടക്കുന്നു. അല്ല സത്യമാണ്. ഞാൻ നിങ്ങൾ അപ്പോട്ടെന്നെ വിളിച്ചായിരുന്നേ. അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ട് അച്ഛൻ വേറെ കെട്ടി. പക്ഷെ അതിന് കുട്ടികളില്ല. ആദ്യം പറഞ്ഞോളോട് എനിക്ക് സംസാരിക്കാൻ ശരിക്കും ചേട്ടൻ കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ തന്നെ ആക്കി താടി വെച്ചിട്ടില്ല. കുഞ്ഞുനാള് തൊട്ടൊരു പച്ചമാവാറൊന്നും ഇവിടെ വെഞ്ഞി മിടുക്കി. ഇപ്പൊ ഇവൻ തലവരായി പറഞ്ഞു മിടുക്കൊക്കെ പോയി പോ. ഞാൻ പാവാണ്. ഇപ്പൊ ഓന ആന മിടുക്കലാ. ഞാനിങ്ങനെ കമ്പനിയെ മാത്രം ഇങ്ങനെ സംസാരിക്കുള്ളൂ. അല്ലാത്തവരിങ്ങനെ പറഞ്ഞ് കമ്പനി ആക്കുവാൻ. ഇല്ല, ഉദാഹരണത്തിന് നമ്മളെ വയനാട് ചേട്ടനോട് അറിയുണ്ടായിരിക്കും. ഞാൻ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുമ്പോൾ നോർമലായിട്ട് എന്നെ പോലെ മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പൊ കമ്പനിയെ ശേഷം ഞാൻ ചേട്ടനൊക്കെ 2 മണിക്കൂറൊക്കെ രാത്രി സംസാരിക്കും. ചിലപ്പോ വിചാരിക്കും ഇവരെ തമ്മിൽ കെട്ടിച്ചാലോ. കാര്യം 2 മണിക്ക് 3 മണിക്കൊക്കെ ഇവര് വർത്താനായിരിക്കും. ഞാനും എടുത്തെങ്കിൽ റൂമിൽ ഇരിക്കുകയായിരിക്കും ആ സമയത്തൊക്കെ. അത് ശരിയാ.
ഒരു അളിയൻ ഭയങ്കര കോംബോ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ നിങ്ങളുടെ? ഇവര് പൊന്നളിയന്മാരാ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നളിയെന്ന് വിളിയൊക്കെ. ഞാൻ പറയും ഇപ്പൊ നമ്മളൊക്കെ പുറത്ത് അളിയ ഇല്ലാതെ അനങ്ങൂല. ട്രിപ്പ് പോകുന്ന അറിഞ്ഞ എന്റെ അളിയൻ വരട്ടെ വിളിച്ചിട്ട് പറയും ഏട്ടാ ട്രിപ്പ് പോവല്ലേ. അപ്പൊ ഞാൻ അളിയനെ പിന്നെ അളിയനെ യൂട്യൂബ് സംഗതിയല്ല, അളിയനെ പിന്നെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അളിയനോട് ചോദിക്കും അളിയൻ ഫ്രീ ആണ്, ഇവിടെ ഞാൻ ചോദിക്കും അടി അളിയന്റെ ഡേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ തിരക്കണമെന്ന് അറിയില്ലല്ലോ എന്ന്. അപ്പോൾ അത് അളിയില്ലാണ്ട് ഇന്നെ കൊണ്ടുപോകാൻ പറ്റില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ല അളിയനാണ്. പിന്നെ അളിയൻ വിഷമാവണം, അളിയൻ വിഷമിക്കണക്ക് ഇഷ്ടല്ല. അളിയവിടെ കേൾക്കില്ലേ അറിയാം ഞാൻ പറയണ്ടേ, അതാണ് അളിയൻ വിഷമിക്കണക്ക് ഇഷ്ടല്ല. അപ്പൊ പറയും അങ്ങനെ ഞാൻ പറയും. ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ യൂട്യൂബ് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇപ്പം നമ്മൾ പറയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തറിയിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അങ്ങനെ ചെയ്യണ്ട അങ്ങനെ വല്ലതും? അല്ലാതെ നമുക്ക് തുടക്കത്തെ പറ്റിയൊരു ഒരു തെറ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടാകുന്നത് ഇതിപ്പോ, അന്നല്ല ഇപ്പോ. കാരണം നമ്മൾ തുടക്കത്തിൽ തോന്നണു നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ ഒരു കമന്റ്സ് വരുമ്പോ നിങ്ങളൊരു മാല വാങ്ങി ഫോണ് മാറ്റി. ഇപ്പൊ ഒന്നും വേണ്ട, എന്റെ പൊന്നൂസ് ഇതുപോലെ കഴുത്തില് ചെറിയൊരു മാല ഉണ്ടാവുന്നുള്ള കഴുത്തിൽ. അതായത് അവളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വാങ്ങിക്കൊടുത്ത മാലയും കൂടെ ചെറിയൊരു സ്വർണ്ണത്തിന്റെ മാല അല്ലേ, എത്ര ചെറിയ ഇതുണ്ടാവുള്ളൂ, ഗ്രാമേട്ടുണ്ടാവുള്ളൂ. അത് സ്കൂളിൽ പഠിക്കാൻ സമയത്ത് തന്നെ വാങ്ങിക്കൊണ്ടാണ്. അത് പിന്നെ ഇവിടെ വന്നപ്പോൾ വേറെ മാലയൊക്കെ വാങ്ങിയപ്പോൾ അത് മാറ്റി, അതടക്കം എന്നിട്ട് അവൾ ഒരു മാല ഇടാതെ നിന്ന് വീടില്ല. അപ്പേക്കും അതൊക്കെ അപ്പൊ പിന്നെ നമ്മളങ്ങനെ കമന്റ്സ് വരുമ്പോ അതിനൊക്കെ നമ്മള് കറക്റ്റ് നല്ലത് പറഞ്ഞു. പക്ഷെ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി. പിന്നെ ബുദ്ധിമുട്ട് എനിക്കൊരു ബേക്കിന് പ്രശ്നം വന്നതിന് ശേഷമാണ് ഞങ്ങൾ റൂമിക്ക് ഒരു ദിവസം AC വാങ്ങി. അപ്പൊ അത് ഇവിടെ കല്യാണ സമയത്ത് നമുക്ക് വാങ്ങിയത്. പക്ഷെ എന്നിട്ട് പിന്നെ അത് അവ കാണിച്ച ഇവിടെ നമ്മൾ നോർമലായിട്ട് ആ കല്യാണ തിരക്കൊക്കെ അങ്ങനെ പോയി. അപ്പൊ അതിന് വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഒരു ദിവസം അതിങ്ങനെ വ്ളോഗിൽ AC കണ്ടു. അതിന് അന്നൊക്കെ കമന്റ്സ് ഞങ്ങളെ പൈസക്കാണ് നിങ്ങൾ ജീവിക്കണത്, മറ്റേ വാങ്ങിയത് പറഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അതൊരു കുറ്റമല്ല, കാര്യം സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ആ രീതിക്ക് വീഡിയോസ് ചെയ്തതുകൊണ്ടായിരിക്കും നമ്മുടെ കൂടെ കൂടിയവർക്ക് നമ്മുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ അത് അവരിലേക്ക് എത്തിക്കാത്തത് കൊണ്ട് അവർ ചോദിച്ചു. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാര്യം നമ്മളത് ആദ്യം തൊട്ടേ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവരത് ചോദിച്ചു തുടങ്ങിയത്. അതല്ലായിരുന്നെങ്കിൽ ചോദിക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് യൂട്യൂബിലേക്ക് വരുമ്പോ അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം, അറിയില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്താണോ അതിൽ നിന്ന് ഒരു ചെറിയ പോർഷനാണ് കാണിച്ചോണ്ടത്. വേറെ അങ്ങനെ കണ്ടു പഠിക്കാന് നമുക്ക് ഇതേപോലെ ഫാമിലിന് വേറെ അന്നായിരുന്നല്ലോ. അന്ന് കുറച്ച് ഇതേപോലെ വലിയ വലിയ നമ്മളെ ഇൻഫോടെക് ഇതേപോലെ വലിയ ചാനൽ, അങ്ങനെ വലിയ വലിയ ചാനൽ മാത്രമേ വേറെ ആരും ഫാമിലി വ്ളോഗ് ചെയ്യണമെന്നില്ല അന്നാ സമയത്ത്. നമ്മളാണ് ആദ്യം ചെയ്തെന്നല്ല കേട്ടോ പറയണത്, പക്ഷെ അങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ചാനൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മളെ കംപ്ലീറ്റ്ലി അറിയാന്ന് പറഞ്ഞു നമ്മളൊരു ഡേ ഫുള്ള് കാണിക്കുന്നില്ല, നമ്മുടെ അതിൽ കുറച്ച് പോർഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കും അങ്ങനെ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഓക്കെ. നിങ്ങൾ ആക്ച്വലി ഒരു ബോബനും മോളിയും ടൈപ്പ് ഓഫ് ബ്രദർ സിസ്റ്റേഴ്സ് ആയിരുന്നോ, അതോ ടോം ആൻഡ് ജെറി ടൈപ്പ് ഓഫ് ബ്രദർ സിസ്റ്റേഴ്സ് ആയിരുന്നോ? എങ്ങനത്തെ ബ്രദർ സിസ്റ്റേഴ്സ്? ഞങ്ങളൊരു രാജു രാധയായിരുന്നു, പണ്ട് ഇതുപോലെ അമ്മ പണിക്ക് പോകുമ്പോ ശനി ഞായറൊക്കെ ആകുമ്പോ ഞങ്ങളെ വീട്ടിൽ TV കറണ്ടൊന്നും ഉണ്ടാവുന്നില്ല പണ്ട്. അപ്പൊ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ സിനിമയ്ക്ക് പോകും. അല്ല അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോ ചിലവര് മറ്റേ പുറത്ത് കോണിമ്പല്ലുമ്മേ ചോപ്പ് ലൈറ്റ് കത്തും ഇപ്പോഴും പണ്ട്. അപ്പൊ നോക്കുമ്പോ കറണ്ട് ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ TV വെച്ചാൽ പറയുമ്പോ കറണ്ട് ഇല്ലാന്ന്. പക്ഷെ നമുക്കിത് കാണാൻ പറ്റും കറണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഇറങ്ങുന്ന പടമൊക്കെ അപ്പൊ പോയി കാണും. അപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടാളും പടം ഇങ്ങനെ നടന്നു പാടത്തിന്റെ വരുമ്പത്ത് കൂടെ, അതായത് വയലിന്റെ സൈഡുകൾ രണ്ടാളും നടക്കും. അപ്പൊ ഞങ്ങൾ അത് കൂടെ ഉള്ള ഓരോ താത്താരും ചേച്ചിമാരൊക്കെ പറയും ബോബനും മോളിയും പോകുന്നുണ്ട് നിങ്ങൾ പറയും, അങ്ങനെ പറയും. ഞങ്ങൾ പിന്നെ അമ്മ പണി മാറ്റി വൈകുന്നേരം വരുന്നവരേക്കും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോ വീട്ടിൽ കൂടെ സിനിമ കണ്ടെടുത്ത് ഞങ്ങൾ തെണ്ടിയും കൂടെ കാണാൻ പാടെ. പിന്നെ അമ്മ വൈകുന്നേരത്തെ പോലെ ഒരു 6:30-7 മണി ഞങ്ങൾ അങ്ങനെ തന്നെയാ. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങള് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ഡിസിഷൻ എടുക്കുള്ളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് എഴുതിയിട്ടും അതിൽ മാറ്റും. ഇപ്പൊ അവനൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അവന് എന്നെ വിളിക്കും, എന്നെ വിളിച്ചിട്ടായിരിക്കും വേറെ ആരെയും വിളിക്കുന്നത്. ഞാനും അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ഞാൻ 25,000 വിളിക്കും. അപ്പൊ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അല്ല ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു ഇതും വന്നിട്ടില്ല. അപ്പൊ ചിലപ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അമ്മ എന്നെ വിളിച്ചാ പറയണം നീ ഒന്ന് പറ. പിന്നെ ഞാൻ ആ ഒരു ഇതില് ഏട്ടനോട് പറഞ്ഞ് റെഡിയാക്കും. ഇപ്പോഴും പിന്നെ അത് മാറിയിട്ടില്ല എന്നുള്ള കേട്ടോ. ഇപ്പോഴും എന്നാൽ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ പറയും വഴക്കുണ്ടാക്കും ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത്. അതെ ഞാനിവിടെ അടി കൂടുമ്പോ ആരും ഇടപെടരുത്. കാരണം ഇപ്പൊ ഞാനിവിടെ ഒട്ടുമിക്ക സ്ഥലത്ത് അടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അടി അറിയാലേ 2 ആഴ്ച മറ്റേ അടിയിലോണ്ട് പറയും ഏട്ടാ ഒതുങ്ങിയിരുന്നോ ചേച്ചി അങ്ങനെ പറയരുത്. അപ്പൊ തന്നെ ഞാൻ അല്ലെങ്കിൽ ഇവിടെ പറയും മിണ്ടാതിരുന്നോ ഞങ്ങളുടെ ഇടയ്ക്ക് സംസാരിക്കണ്ടാന്ന്. കാരണം അറിയോ ഞാനും ഇവിടെ അമ്മ സംസാരിച്ചു കഴിഞ്ഞാല് ഞാനിവിടെ 2 മിനിറ്റ് എന്തെങ്കിലും കോമ്പോ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കും. പിന്നെ അമ്മ മിണ്ടില്ല.
അമ്മ തെറ്റിട്ടുണ്ടായിരിക്കും. ആ. അപ്പൊ അമ്മ ഇടയ്ക്ക് വന്നിട്ട് അമ്മ ചിലപ്പോ ആരുടെ ഒരാളെ പങ്കങ്ങ് പറഞ്ഞിടും. അപ്പൊ ആ പങ്ക് പറയുമ്പോ ആ ആള് പിന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പിന്നെ മിണ്ടില്ല കുറച്ചു നേരത്തിന്. ഞങ്ങൾ ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ ഇതുപോലെ മറ്റേ അളിയപ്പം മിഞ്ഞാന്ന് വന്ന് അപ്പൊ ഇവൾക്ക് ലഡുവില് കറുത്ത മുന്തിരി കിട്ടില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങള്. മറ്റേ നമ്മള് ബിരിയാണി ആവുമ്പോ അതിൽ മുട്ട കിട്ടിയില്ല, അതൊക്കെ ഇവൾക്ക് ഓരോ പ്രശ്നങ്ങള്. അതെന്റെ ഒരു പ്രശ്നം ശരിക്കും, പക്ഷെ ഞാൻ പ്രശ്നമാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് ചെറിയ പ്രശ്നമുള്ളൂ, പക്ഷെ അതിൽ ഇടപെടും. അമ്മ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ കുട്ടിക്കാലത്ത്? ഇല്ല. ഇനി അമ്മ ഞങ്ങൾക്ക് കുറച്ച് വലുതായപ്പോ നല്ല അടിക്ക് രണ്ടാളും കൂടെ, അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അല്ലാതെ ഒരു സത്യം ബുദ്ധിമുട്ടിപ്പിക്കാൻ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. അമ്മ രാവിലെ 6 മണിക്ക് പോകും, പിന്നെ ചിലപ്പോ 8 മണിക്ക് പണി കഴിഞ്ഞിട്ട് വരാം, ചിലപ്പോ 5 മണിക്ക്. ആ സമയം ഫുള്ള് ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ ഞങ്ങൾ നടക്കുന്നവരല്ല ടി വി കണ്ടിട്ട്. അമ്മ വൈകുന്നേരത്തെ ഒരു 6 മണിക്ക് ആകുമ്പോഴേക്ക് വരുമ്പോഴേക്കന്നെ ഞാൻ വെളുമ്പാടെ വേഗം പോയിട്ട് 4 മുറ്റാണ് ഒരു വീട് ഉണ്ടാവുക. അപ്പൊ ഞങ്ങളെ വീട് മുറ്റം പട്ടപ്പരമായിട്ടുള്ള ഓലപ്പരയാണ്. അപ്പൊ 2 മുറ്റം വെള്ളം അടിക്കണം, 2 മുറ്റം ഞാൻ അടിക്കണം. അത് 2 അടിക്കും. പിന്നെ 4 കുടം വെള്ളം കൊണ്ടണം. 2 കുടം കൊണ്ടുവരും. 5 5-ാമത്തത് അവൻ പകുതി ഞാൻ. അപ്പൊ ഒരു വരമ്പത്ത് കൂടെ കൊണ്ടണം. അപ്പൊ വരമ്പത്ത് അവിടെ കൊടുന്ന് വെക്കും. പിന്നെ വെള്ളം നമ്മൾ ഇങ്ങനെ കോരണം. അപ്പൊ 2 കോരില് ഞാൻ കോരിയ 2 കോരിൽ ഓടി പിടിക്കണം. കാരണം അങ്ങനെ എല്ലാം സമസമായിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അമ്മ വരുമ്പോഴേക്കും അതൊക്കെ ചിമ്മർത്ത് ഇങ്ങനെ ഇരിക്കും. അഥവാ അമ്മ വരാൻ ടൈം വൈകിച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്ക്, അമ്മയുടെ തന്നെ ചെറിയൊരു നോക്കിയുടെ ചെറിയ ഫോൺ ഉണ്ട്. അപ്പൊ അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു പറയും വരാൻ വഴുകും പറയും. അപ്പൊ ഞങ്ങൾ ഇതുപോലെ രാത്രി വരമ്പത്തൂടെ ഇങ്ങനെ മറ്റേ നമ്മളെ ലൈറ്ററിന്റെ അടിയിലുള്ള ടോർച്ച് ഉണ്ട് പണ്ട്, അതടിച്ച് വരമ്പത്തൂടെ ഇങ്ങനെ പോകും. നമ്മളെപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പൊ അടിയൊന്നും ഇടത്തില്ലായിരുന്നു. അപ്പടിയൊന്നും കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ അപ്പോഴേ തീരുന്ന വഴക്ക്. അങ്ങനെ തെറ്റിരിക്കാറൊന്നുമില്ല. തെറ്റ് പിന്നെ ഒരു കുറച്ചു നേരം 2 മാസം ഞങ്ങൾ ഇന്ന് വരെ ഇല്ല. ശരിയാവും. ചേട്ടൻ ശരിക്കും ഇങ്ങനെ ഈ നാച്ചുറലി ചില സംഭവങ്ങൾ പറയാൻ നമ്മൾ എല്ലാവരും വിശ്വസിക്കാൻ തോന്നുന്നു. അത് അവന്റെ ശീലാണ്. അത് എന്ത് പറഞ്ഞ നോണ പറഞ്ഞാലും സത്യമായിട്ട് തോന്നും. അത് കാരണം എല്ലാം കൊണ്ട് സത്യം പറഞ്ഞ നമ്മളെ വിശ്വസിച്ചു പോകും. പിന്നെ അധികം അവന്റെ കുറച്ചൊക്കെ നോണ കണ്ടുപിടിക്കുന്ന ആളാണ് ഞാൻ. അവൻ ചിലപ്പോ നോണ അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഞാനത് ഇങ്ങനെ തോന്നി. ഞാൻ ക്ലാസ്സിലെ കുട്ടിയെ പ്രേമിച്ചു, പക്ഷെ ഇവളോട് പറഞ്ഞില്ല പണ്ട് 8ൽ പഠിക്കുമ്പോ അവള് കണ്ടുപിടിച്ചു പോയി. അത് നല്ലത്. ഇപ്പോഴും അവനൊരു കാര്യം വിളിച്ചു പറയുമ്പോ അത് നോയില് നോണ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് പറയാം ഞാൻ നോണ പറയുന്നതാണ് ഞാൻ പറഞ്ഞാൽ തന്നെ അവൻ അപ്പൊ തന്നെ വെള്ളറിച്ചു തുടങ്ങും. അല്ല ഞാൻ ഇവളത് പറയും. പിന്നെ അതവന്റെ ഒരു വ്യത്യാസം. അവൻ കുഴി പോയി ചങ്കരന്നൊക്കെ പറയും അമ്മ. അമ്മ അങ്ങനെ പറയും. ഇവൻ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാല് അതിന്റെ ഒരു തുമ്പത്ത് ഞാനുണ്ടാവും. അത് അവൻ അങ്ങനെയാ. ഞാൻ പോയി ചാടിയ പോരെ എന്തിനാ വെറുതെ ഞാനിങ്ങനെ ആലോചിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡിലൊന്നും അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങൾ ഒരുമിച്ചായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. നിങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ട്. ആ ഒരു ലൈഫ് ചേഞ്ച് ഒക്കെ എങ്ങനെ തോന്നുന്നത് ഇപ്പം? പക്ഷെ അമ്മ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അമ്മ കിടൂനെ ഉണ്ടായി കഴിഞ്ഞ് കേരളത്തിമ്മ കിടൂന് പ്രഗ്നന്റ് ആയ സമയത്താണ് എന്താ പറയാ അമ്മ പണിക്കൊക്കെ പോകും നിർത്തുന്നത്. കിടൂന് 1 വയസ്സായപ്പോഴേ ഉടനെ 1 വയസ്സാവും. നെക്സ്റ്റ് മന്തിൽ കല്യാണമായിരുന്നു. അങ്ങനെ നമ്മളങ്ങ് പോകുമായിരുന്നു. ഇപ്പൊ എന്താ വീട്ടില് വലിയ ആളും ബഹളവും ഭയങ്കര വഴക്കാ ഇവര്. അമ്മയുടെ സൗണ്ട് മതി ആ വീട് അനങ്ങി നിക്കാൻ. ഇവിടെ താഴത്തെ അമ്പലത്തിൽ കറണ്ട് പോയി അമ്മ എന്താ അത് പറയാത്ത ഞാൻ ആലോചിച്ചത്. പാട്ട് വെക്കാൻ വൈകുന്നേരത്തെ 5:30 അമ്മക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടോ മക്കൾക്ക് അമ്മയുടെ ഒരു പ്രസൻസ് മിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ തോന്നിയിട്ടുണ്ട്. ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോ അവിടെ ഒരു കടയുണ്ട്. സമയത്ത് നമ്മളെ അപ്പൊ ആ പ്രായത്തിൽ നമ്മളെ വീട്ടിൽ വേണ്ടത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വരുമ്പോ കഴിക്കാൻ വിളമ്പി കൊടുക്കാനൊക്കെ. അപ്പൊ അന്ന് അമ്മ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ പണിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ, ഞങ്ങൾ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കും. കാര്യം ഒരു ദിവസം അമ്മേനെ അടുത്ത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. അന്ന് ഞങ്ങൾ കുറെ വഴക്കൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പം ചിലപ്പോഴൊക്കെ അമ്മ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. അതുപോലെ സ്കൂൾ വിട്ട് വരികയാണെങ്കിലും ഞങ്ങള് റോഡിലൊരു കടയുണ്ട്. ആ കടയിൽ നിന്ന് നമുക്ക് മിഠായി മേടിക്കും. എല്ലാ ദിവസവും വാങ്ങിട്ട് വരുന്നുണ്ടാവും. കവറിൽ ഞങ്ങൾക്കൊരു മിഠായി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ചില ദിവസമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ആ കടയിൽ മിക്ക ദിവസം ചോദിക്കും അമ്മ വന്നിട്ടുണ്ടോന്ന്. കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അറിയാം. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാവും അത്രയും ദൂരം ഞങ്ങൾ പോവാ. കാരണം അമ്മ പണി മാറ്റി വീട്ടിലേക്ക് പോണ നാട് മൊത്തം അറിയും. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. അമ്മ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചായ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം സ്കൂളിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നമ്മള് പാടത്ത് കൂടെ പോവുക. അപ്പൊ പാടം നോക്കിയാൽ തന്നെ ഞങ്ങളെ വീട് ഇങ്ങനെ ഒരു പാടത്തിന്റെ മേലെയാണ്. അപ്പൊ നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ നോക്കിയാൽ കാണാം വീടിന്റെ വാതിൽ തുറന്നിട്ടാണ് കിടക്കുന്നത്, അടഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ പട്ടപ്പര ചെയ്തുകൊണ്ട് ഈ ഓലയുടെ ഇടയിൽ കൂടെ ഒക്കെ പുക പോകും. അപ്പൊ നമ്മൾ ദൂരം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പുക പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അമ്മ വന്നിട്ടുണ്ടോ. സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ എന്റെ കുട്ടികൾക്ക് ഞാനത് നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം അച്ഛനും കൂടെ ഉണ്ട്, എനിക്ക് അച്ഛനെ ഞാൻ കിട്ടില്ല. അപ്പൊ എന്റെ കുട്ടികൾക്ക് സ്കൂളിൽ നമുക്ക് വീട്ടിലേക്ക് നടക്കാം, ഒരുപാട് നടക്കാണ്ട് വീട്ടിലേക്ക് 1 കിലോമീറ്റർ കൂടുതൽ നടക്കണം. അപ്പൊ അവരിങ്ങനെ വരുമ്പോ നമുക്ക് 1 കിലോമീറ്റർ വരുമ്പോ ചായ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലുണ്ടായത് നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ അവർക്കൊരു സന്തോഷമാണ്. പക്ഷെ അതൊന്നും അവർക്ക് ഉണ്ടായിട്ടേ ഇല്ല.
ജോലിക്ക് പോകാത്ത ദിവസങ്ങൾ കുഴപ്പമില്ല. ആ പരാതി നിങ്ങൾ ഇപ്പൊ തീർക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. ഇപ്പൊ ഉണ്ടല്ലോ വീട്ടില്. ആ. ഇപ്പൊ പിന്നെന്താ ഇപ്പൊ എന്റെ കുട്ടി സ്കൂളിൽ വരുമ്പോ തന്നെ അതിന് എന്റെ വൈഫ് അവള് പല പല സാധനങ്ങൾ ഡെയിലി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തയക്കും. തിരിച്ചു വരുമ്പോ തന്നെ അയക്കണ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാനൊക്കെ ഇങ്ങനെ വരുമ്പോ ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ ഞാൻ കുട്ടീനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോകുമ്പോ വൈകുന്നേരത്ത് വരുമ്പോ തന്നെ ഐസ് വേണം, മുട്ടായി വേണം ഒക്കെ വാങ്ങി കൊടുത്തിട്ട് വീട്ടിൽ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എന്റെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഞാനൊക്കെ വരുമ്പോ ചിലപ്പോ ഒരു അന്നൊക്കെ പറഞ്ഞാൽ 50 പൈസ 25 പൈസയൊക്കെയാണ് ഒരു മുട്ടായിക്ക്, പക്ഷെ അതൊന്നും നമ്മളെ കയ്യിൽ വാങ്ങാണ്ടില്ല. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വരുമ്പോ ഓന് വീട്ടിലേക്ക് ഒന്ന് കയറുമ്പോ തന്നെ കഴുത്തുനിന്ന് ടൈയൊക്കെ ഊരിട്ട് ഇങ്ങനെ ടാഗൊക്കെ ഊരി വരുമ്പോ തന്നെ അങ്ങോട്ട് കഴിക്കാൻ. അപ്പൊ അമ്മയുണ്ട്, അവളും ഉണ്ട്. അപ്പൊ കഴിക്കാനുള്ള സാധനങ്ങളും വെള്ളവും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇന്നടക്കം ഇപ്പൊ വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് വന്നപ്പോ ഉണ്ടാവും എല്ലാം. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം അങ്ങനെയൊക്കെ ഇതാവുമ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് എനിക്കും ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. അയ്യോ അതെന്താ? ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക്. ഇത് സത്യം പറയട്ടെ, ഈ വീഡിയോ അയ്യോ എനിക്ക് അത് കണ്ട സങ്കടം വരും. ഇതില്ലേ ആ കല്യാണത്തിന് അന്ന് ഫുള്ള് ഓടി നടക്കാണ് ഞാന്. അവിടെ നിൽക്കാൻ സമയമില്ല. അപ്പൊ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കാൻ ഞാന്. അപ്പൊ ചെക്കന്മാർക്ക് വന്ന് ഏട്ടന്മാർക്ക് പറയുന്നുണ്ട്, എടാ അവളെ ഇറങ്ങാറ് അങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇടത്തേക്ക് അപ്പൊ അവിടെ ഫുഡ് അന്ന് കൊറോണ ഏപ്രിൽ 1-ാം തീയതി ലോക്ക്ഡൌൺ തുടങ്ങുകയാണ്. അപ്പൊ മാർച്ച് 22 കല്യാണം. അപ്പൊ അവര് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. നമ്മളന്ന് 750 ആളായിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പൊക്ക് അവിടുന്ന് ഒരുത്തർ വിളിച്ചു പറഞ്ഞു, എടാ അങ്ങനെ 750 ആളായതിന് പ്രശ്നമുണ്ട്, അതുണ്ട് ഇതുണ്ട്. അവൻ ഓടി നടന്നോണ്ടിരിക്കുക. അപ്പൊ ഏട്ടന്മാരെന്നെ വിളിക്കുന്നുണ്ട്, അടങ്ങണ്ട് ഇപ്പൊ അവളെ ഇറങ്ങാറുണ്ട്. എനിക്കപ്പോ അതുകൊണ്ട് ഒരു പ്രശ്നം വന്നില്ല. ഞാനപ്പോ ചെന്നിട്ട് വേഗം ആ ടൈം വിശർത്ത് കുളിച്ച് നിൽക്കാം. അങ്ങനെ നോക്കിക്കാണ്. അവളിങ്ങനെ ഇറങ്ങി അങ്ങനെ എത്തിപ്പേക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് വന്നാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അതാണ് വീഡിയോ. ഞാൻ 2-3 ദിവസം മുന്നേ കരച്ചിലും രാവിലെ 5 ഇത്രയും വീഡിയോ റീച്ച് ആയിരുന്നു. ഞാൻ അന്ന് മറ്റേ നല്ല വൃത്തിക്ക് നിന്നേനെ. വിചാരിച്ചാ ഇവിടെ റീച്ച് ആവുന്നേ. കുഞ്ചൂസ് ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന ചേട്ടൻ ഇങ്ങനെ മോത്തേക്ക് നോക്കി കരയും. അപ്പൊ അതിങ്ങനെ അത് എനിക്കൊന്നു എന്താ പറയാ, ഈ ദിവസങ്ങൾ അടുത്തപ്പോ എനിക്ക് ആദ്യം ദൂരം അത്ര പ്രശ്നമായിരുന്നില്ല. ഞാനും ഏട്ടനും ദൂരം കൂടുതലാണ്. പക്ഷെ ആ ദിവസങ്ങൾ അടുത്ത് തുടങ്ങിയപ്പോ തന്നെ ഈ ദൂരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് വേണ്ട കല്യാണം വേണ്ടാന്ന് തോന്നി തുടങ്ങിയത്. അപ്പൊ ഞാൻ രാവിലെ 5 മണിക്കൊക്കെ ഞാൻ പറയുന്നത് ഇത്ര ആൾക്കാരെ ക്ഷണിച്ചാണ് കല്യാണം നടത്തിയേ പറ്റൂന്ന്. നടക്കൂല അത് പോയി എന്ത്. അപ്പൊ അന്നോട്ടേ കരച്ചിലുണ്ടായിരുന്നു അതിന്റെ കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ ഇരുന്നപ്പോഴൊക്കെ ഞാൻ കരയോ, അവർക്ക് മേക്കപ്പ് ചെയ്യാൻ പൈസക്ക് സ്വർണ്ണം വാങ്ങും ചെയ്തു. കല്യാണം കേൾക്കില്ലെന്ന് പറയാം. എന്താ ചേട്ടനെ വിട്ടു പോകുന്ന ടെൻഷൻ ആയിരുന്നു. എനിക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇഷ്ടമല്ല. അപ്പൊ അന്ന് അതുപോലെ ഞാൻ താലി കെട്ടാൻ വേണ്ടിട്ട് കേറുമ്പോഴും ഇവനെ കാണാനില്ല. എനിക്ക് താലി കെട്ടുമ്പോ ഇവനും അമ്മയുടെ കണ്ണിൽ ഇവിടെ ഉണ്ടാവണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇവനെവിടെ താലി കെട്ടുന്ന മുന്നേ ഞാൻ പറയുന്നത് ഞാനൊരു ഓടി നടക്കാൻ. അപ്പൊ ഞാൻ ഒടുക്കത്തെ ഓട്ടത്തിലായിരുന്നു. താലി കെട്ടേണ്ടടുത്ത് അന്ന് താലി കെട്ടേണ്ടതൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചു. കാരണം നമ്മള് ആദ്യം എടുക്കുന്ന നടക്കുന്ന കല്യാണമെങ്കിലും ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയാണ്. അതായത് ഇപ്പൊ 28-ാം തീയതിക്കുള്ള കല്യാണം 22-ാം തീയതിക്ക് തൊട്ടിട്ട് തന്നെ ഞാന് പന്തല് കാര്യങ്ങള് അതിൽ നമ്മൾ ഇതുമ്പോ ഒരു അരിയും പൂവും, അതായത് നെല്ല് ഇടുന്ന എന്തായാലും പറയാ പറയിലൊരു എന്താ കതിരെന്താ വെക്കുക, ഒരു തെങ്ങിന്റെ ഒരു പൂക്കുല എന്താ വെക്കും. അപ്പൊ അതായത് താലികെട്ട് അയ്യപ്പൻകാവിലും മറ്റേ പിന്നെ ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ട് ഇടുന്നത്. അപ്പൊ അത് അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ പൂക്കൊല അവിടെ അമ്പലത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന പൂക്കല ഇവിടെ വെച്ചു, ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചു. അപ്പൊ അവിടുന്ന് നമ്പൂരി എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ പൂക്കലല്ല നിങ്ങളുടെ പൂക്കല എടുത്തോണ്ട് വരാനാണ്. ഇക്കുണ്ടോ ഈ പറ എടുക്കാൻ പോയിക്കണു. ഞാനപ്പോ ഇവിടെ താലിടുന്ന ടൈം ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ. ഞാനപ്പോഴേക്ക് അവിടുന്ന് ഓടി ആ പൂക്ക എടുക്കാൻ വേണ്ടി പോയപ്പോ ഈ പന്തലത്തെ ചങ്ങായി ഈ പൂക്കല പ്ലാസ്റ്റിക് കയറൊക്കെ ഇട്ടാ അതിൽ കെട്ടി മുറുക്കി വെച്ചിട്ടുണ്ടോ. ഇക്കാണെങ്കിൽ അത് തുറന്നിട്ട് എടുത്തിട്ട് കിട്ടണമില്ല. അവിടെ സമയം ചെയ്തു. പക്ഷെ എന്നിട്ട് പിന്നെ അത് എടുത്ത് ഓടി അവിടെ കൊണ്ട് വെച്ചു. അത് സാധനങ്ങൾ കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല. ഞാനത് സാധനം കൊടുത്തു അവരോട് റെഡിയാക്കി. ഞാൻ പിന്നെ ബാക്കിൽ ഇങ്ങനെ നിന്നു. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചായിരുന്നു, എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു താലി കെട്ടുമ്പോൾ രണ്ടുപേരുടെ കണ്ണിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ അവിടെ അപ്പോഴേ ഞാൻ കരയുന്നുണ്ടായിരുന്നു അവരെ. അപ്പൊ പിന്നെ അവര് ഫ്രണ്ടിലോട്ട് എടുത്തു. അപ്പൊ താലിയിട്ടപ്പോഴത്തേന് പിന്നെ അമ്മ എണ്ണൊക്കെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വിഷമം. അപ്പൊ തൊട്ട് ഞാൻ തൊട്ടേ കരച്ചിലായിരുന്നു. അത് കല്യാണത്തിന് രാവിലെ തൊട്ടേ ഞാൻ ഇങ്ങനെ കരഞ്ഞു. ഞാൻ താലി കെട്ടുന്നതിന് മുന്നേ തൊട്ട് സ്റ്റേജിൽ ശരിക്കും ഇവൻ കല്യാണത്തിന് മുന്നേ ഏട്ടത്തിമ്മ പറയുമായിരുന്നു ഏട്ടനാണ് കൂടുതൽ കരയാന്ന് പറയും. അപ്പൊ ഇപ്പം പറയും നാട്ടമ്മ പിന്നെ സത്യമായിട്ടും എല്ലാം ഞാനും വിചാരിക്കുന്നത് അത് എനിക്ക് അനുഭവിച്ച ആളാണ് ഞാൻ. എല്ലാ ഏട്ടനും അനുഭവിച്ചാൽ പറയണ്ടായിരിക്കും ഈ പോയിക്ക് എന്താ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഇറങ്ങുന്ന ഒരു സമയം ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ശരിക്കും കരഞ്ഞ ഒന്നാണ്. അയ്യോ അത് ഭയങ്കര ഇതായിരുന്നു. അത് ഭയങ്കരമായിട്ട്
അപ്പൊ ഇതിന് ഏട്ടൻ ആയിരങ്ങളുടെ താട്ടനായി. അല്ല, ഇത് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്, പെൺകുട്ടികൾ ഇങ്ങനെ എല്ലാരും പറയും കരയുന്നത്, കരഞ്ഞോണ്ട് പോകുന്നതിനെ വിമർശിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു ഫീല് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ തന്നെ എവിഡന്റ് ആണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്ന് കല്യാണം കഴിക്കുന്നതാണ് വിഷ്ണുവേട്ടൻ. അപ്പൊ പോലും എനിക്ക് ആ ഒരു സന്തോഷം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വിഷമമുള്ളതുകൊണ്ട് ആ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സന്തോഷത്തിന്റെ എത്രയോ വലുതായിരുന്നു ഈ ഒരു വിഷമം എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്രയും ദൂരം, ആ ദൂരമാണ് എനിക്ക് വല്ലാതെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് കിടുവാണെങ്കിൽ കുഞ്ഞു വാവയാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എടുക്കുമ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാനാണ് കുറച്ചും കൂടെ അന്ന് ആ കിടുവിനെ ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് തന്നെ തളർത്തിയായിരുന്നു. ഭ്രാന്തായിരുന്നു. ഓക്കെ, ചേട്ടൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്, കുടുംബനാഥന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണങ്ങളൊക്കെ നടത്തി, ഇത് കല്യാണം നടത്തി ചിരിപ്പിക്കാണ്. അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ നീ എന്റെ അച്ഛനായിരുന്നു, ഞാൻ ഞങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. നമുക്ക് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കൊണ്ട് അത്യാവശ്യത്തിന് എല്ലാ കാര്യവും ഇപ്പൊ നമ്മള് ഓട്ടോറിക്ഷ എടുക്കണ്ടേ കൂട്ടുകാരന്മാരുടെ കല്യാണവും ഏട്ടന്മാരുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഓടി നടക്കും. അപ്പൊ എല്ലാ കാര്യവും നമുക്ക് ഇതിനെ പറ്റി എല്ലാ കാര്യം അറിയുന്നതുകൊണ്ട് അപ്പൊ ഇന്റെ പെങ്ങളെ കല്യാണം വന്നപ്പോഴും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് ആവശ്യത്തിലേറെ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്ത് കാര്യവും ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളപ്പോ ഇങ്ങനെ ഒരു കുറവുണ്ടാവില്ല. ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതിലും നന്നായിട്ട് ഇപ്പൊ ഡ്രസ്സുകളാണെങ്കിലും മേക്കപ്പും സോറും എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം റവന്യൂ ഒക്കെ സെറ്റ് ആയി വരാൻ തുടങ്ങിയായിരുന്നല്ലോ യൂട്യൂബ്. അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മുന്നേക്ക് എല്ലാ കാര്യങ്ങളും പോയി. വിചാരിച്ച കാര്യങ്ങളൊക്കെ അപ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതായത് അവിടെ ഒരു 100 ആളും എക്സ്ട്രാ ഉണ്ട്, എടുത്തോ അയാളുടെ പേയ്മെന്റ് എത്ര തരാം. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ കല്യാണത്തിന് 2 ദിവസം മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കി വെച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കല്യാണത്തിന് അന്ന് പോസ്റ്റ് ആക്കാനുള്ള വ്ളോഗ് അടക്കം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം കാര്യം നല്ല രീതിക്ക് തന്നെ പോയിരുന്നു, കുഴപ്പമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. അതായത് ഞാൻ അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. ഇപ്പൊ തന്നെ ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഈ ഒറ്റയ്ക്ക് അപ്പൊ അമ്മയൊക്കെ തന്നെ പറയുമ്പോൾ മിണ്ടായിരിക്കും പോരും ഞാന്. ഇവന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാരും ഡൗൺ ആവും എന്നുള്ളതാണ്. ഇവൻ ഓക്കെ അല്ല. കാരണം ഞാൻ അവനെ അടുപ്പ് കത്തിക്കാൻ സമ്മതിക്കില്ല വീട്ടില്. കാരണം എന്റെ ദേഷ്യം മാറുന്നവരാരും കഴിക്കണ്ട രീതിയിലാണ്. പലതരം സമരമുറകളാണല്ലോ ദൈവം. തമാശ അങ്ങനല്ല. ഇവനൊരു പ്രത്യേക ആളൊക്കെ എനിക്ക് എന്തൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആർക്കും സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് റൂമിൽ അങ്ങനെ ഇരിക്കും. മതിയോ എന്തിനാ അവ എങ്ങനെ ഇരിക്കും, പുറത്തേക്കൊന്നും ഇറങ്ങാതെ അങ്ങനെ ഇരിക്കും ഞാൻ.